നമസ്കാരം. യൂട്യൂബിൽ പുതിയ പുതിയ പരിഷ്കാരങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. 2025 ഓഗസ്റ്റ് തുടങ്ങിയതിന് ശേഷം ഒരുപാട് ചാനലുകൾ ഇപ്പം ടെർമിനേറ്റ് ആവുന്നുണ്ട്. അതായത് മുന്നറിയിപ്പുകളൊന്നും ഇല്ലാതെ നേരെ ടെർമിനേറ്റ് ചെയ്യുകയാണ്. മുന്നറിയിപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ കോപ്പിറൈറ്റ് സ്ട്രൈക്ക് 3 വന്നു കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ ടെർമിനേറ്റ് ആവും. അതേപോലെ കമ്മ്യൂണിറ്റി ഗൈഡ്ലൈൻ സ്ട്രൈക്കുകളൊക്കെ വന്നു കഴിഞ്ഞാലും നമ്മുടെ ചാനൽ ടെർമിനേറ്റ് ആവും. അപ്പോൾ ഈ മുന്നറിയിപ്പുകളൊന്നും ഇല്ലാതെ നേരെ ചാനൽ ഇപ്പം യൂട്യൂബ് ടെർമിനേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഇതെന്താണ് ഇങ്ങനെ സംഭവിക്കുന്നത്, എന്തുകൊണ്ടാണ് യൂട്യൂബ് ഈ ഒരു കാര്യം ചെയ്യുന്നത് എന്നുള്ള ഒരു ഡൗട്ട് പലർക്കും ഉണ്ട്. അതിന് കാരണം വേറൊന്നുമല്ല, 2025 ഓഗസ്റ്റ് മാസം യൂട്യൂബ് അവരുടെ കമ്മ്യൂണിറ്റി ഗൈഡ്ലൈൻ പോളിസിയിൽ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. ഈ പോളിസീസിനെ കുറിച്ച് അറിയത്തില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്കൊക്കെ പണി കിട്ടാനുള്ള സാധ്യതയുണ്ട്. കാരണം നമ്മൾ പല വയലേഷൻസും നമ്മുടെ ചാനലുകളിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ പോളിസി എന്താണെന്നും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നും മനസ്സിലാക്കിയിരിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ യൂട്യൂബിൽ പുതുതായിട്ട് അപ്ഡേറ്റ് ചെയ്യപ്പെട്ടുള്ള കമ്മ്യൂണിറ്റി ഗൈഡ്ലൈൻ പോളിസീസിനെ കുറിച്ചാണ് പറയുന്നത്. നമ്മുടെ ചാനലും ഒരു മുന്നറിയിപ്പും ഇല്ലാതെ ടെർമിനേറ്റ് ആയി പോകാതെ ഇരിക്കണമെന്നുണ്ടെങ്കിൽ ഈ പോളിസീസിനെ കുറിച്ചൊന്ന് മനസ്സിലാക്കി വെച്ചോളുക. ഒപ്പം തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് കൂടെ ചെയ്തേക്കുക. വീഡിയോയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ കമന്റുകളായിട്ട് അറിയിക്കുക. എല്ലാ കമന്റുകൾക്കും റിപ്ലൈ തരുന്നതാണ്. അപ്പോൾ ഞാനിവിടെ കുറേ കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ പോളിസീസിൽ വന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം. ഇപ്പം നമ്മുടെ ചാനലിൽ ഒരു കമ്മ്യൂണിറ്റി ഗൈഡ്ലൈൻ വയലേഷൻ വന്നെന്ന് വിചാരിക്കുക. ആ വയലേഷൻ വന്നു കഴിഞ്ഞാൽ ഒരു 3 വയലേഷൻ വന്നു കഴിഞ്ഞാൽ കമ്മ്യൂണിറ്റി ഗൈഡ്ലൈൻ വയലേഷൻ്റെ കാര്യമാണ് പറയുന്നത്. അതിനുശേഷം യൂട്യൂബ് ഒരു നോട്ടിഫിക്കേഷൻ നമുക്ക് തരും. 7 ഡേയ്സിനുള്ളിൽ നമുക്ക് അപ്പീൽ ചെയ്യാൻ പറ്റും. യൂട്യൂബിന് ഈ വന്ന വയലേഷൻസ് എന്തെങ്കിലും മിസ്റ്റേക്കിൽ വന്നതാണെന്നുണ്ടെങ്കിൽ അപ്പീൽ ചെയ്യാനും യൂട്യൂബ് ടീം അത് ചെക്ക് ചെയ്തതിന് ശേഷം നമുക്ക് വന്നിട്ടുള്ള ആ ഒരു കമ്മ്യൂണിറ്റി ഗൈഡ്ലൈൻ സ്ട്രൈക്കോ മറ്റോ ഫേക്ക് ആയിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ അവർ റിമൂവ് ചെയ്യുകയും നമ്മുടെ ചാനൽ റീഇനിഷ്യേറ്റ് ചെയ്ത് തരികയും ചെയ്യും. എന്നാൽ യൂട്യൂബ് ഈ 7 ഡേയ്സ് എന്നുള്ള ഒരു ഡ്യൂറേഷൻ 1 ഇയർ ആക്കി മാറ്റിയിട്ടുണ്ട്. അപ്പം 1 ഇയറിനുള്ളിൽ നമ്മുടെ ചാനലിൻ്റെ ഈ പറയുന്ന വയലേഷൻസ് ഒന്നും ഇല്ല എന്ന് അവർക്ക് ഉറപ്പ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ തിരിച്ചെടുക്കാനായിട്ട് സാധിക്കും. തിരിച്ചെടുക്കുമ്പോൾ നമ്മുടെ ചാനലിലെ വീഡിയോസ്, നമ്മുടെ ചാനലിൻ്റെ URL, നമ്മുടെ ചാനലിലെ പ്ലേലിസ്റ്റ്, തംബ്നെയിൽസ്, ഈ കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് പഴയ പോലെ 7 ദിവസത്തിനുള്ളിൽ എങ്ങനെയാണോ നമ്മുടെ ചാനൽ തിരിച്ചെടുക്കാൻ പറ്റുന്നത് അതേപോലെ 1 ഇയറിനുള്ളിൽ നമുക്ക് തിരിച്ചെടുക്കാനായിട്ട് സാധിക്കും. അപ്പം അപ്പീൽ ചെയ്യാനുള്ള ടൈം 1 ഇയർ ആയിട്ട് എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ട് നന്നായി എന്ന് നിങ്ങൾ ചിന്തിക്കേണ്ട. ഇവിടെ ചില കാര്യങ്ങളോട് യൂട്യൂബ് ആഡ് ചെയ്തിട്ടുണ്ട്. ചില കേസിൽ അപ്പീൽ ടൈം വളരെ ലിമിറ്റഡ് ആയിരിക്കും. അത് ഓരോ കേസ്, ഏത് കേസിന്റെ പേരിലാണോ നമ്മുടെ ചാനലിൽ ഇത് വരുന്നത്, ഈ സ്ട്രൈക്ക് വരുന്നത് അല്ലെങ്കിൽ ഇഷ്യൂസ് ഉണ്ടാകുന്നത്, അതിനനുസരിച്ചായിരിക്കും അപ്പീൽ ടൈം നമുക്ക് ആ കേസിൽ കിട്ടുക. അതേപോലെ തന്നെ ചില കേസിൽ അപ്പീൽ ചെയ്യാനുള്ള ടൈം കിട്ടിയില്ല എന്ന് വരാം. മറ്റ് ചില കേസിൽ ചാനൽ ഡയറക്റ്റ് ടെർമിനേറ്റ് ചെയ്തു എന്നും വരാം. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം യൂട്യൂബ് ഇപ്പം പുതിയ പോളിസിയിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ഒരു രീതിയിലുള്ള മുന്നറിയിപ്പും ഇല്ലാതെ ചാനലുകൾ യൂട്യൂബിന് ടെർമിനേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യവും അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പം ബൾക്കായിട്ട് ഒരുപാട് ചാനലുകൾ യൂട്യൂബ് ടെർമിനേറ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഞാൻ തോന്നുന്നു ഇങ്ങനെ പോളിസിയിൽ ഈ 1 ഇയർ ആയിട്ട് ഇതിൻ്റെ ഒരു ഡ്യൂറേഷൻ എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നത്. മിസ്റ്റേക്ക് പറ്റാൻ സാധ്യതയുള്ളതുകൊണ്ട് ആളുകൾക്ക് അപ്പീൽ ചെയ്യാനുള്ള ഒരു അവസരം കൂടെ യൂട്യൂബ് ഇവിടെ നൽകിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ചാനൽ വളരെ ശ്രദ്ധയോടുകൂടി കൊണ്ടുപോവുക. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ചാനൽ ഏത് സമയത്തും ടെർമിനേറ്റ് ആകാം. യൂട്യൂബിനെ വിശ്വസിക്കാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമായിട്ട് എനിക്കിപ്പോൾ തോന്നുന്നില്ല. യൂട്യൂബ് പുതിയ പുതിയ പോളിസികൾ ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു യൂട്യൂബറിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു പ്ലാറ്റ്ഫോമിൽ പിടിച്ചു നിൽക്കാൻ പറ്റാത്ത രീതിയിൽ യൂട്യൂബ് പുതിയ പുതിയ പോളിസികൾ കൊണ്ടുവന്നിരിക്കുകയാണ്. എനിക്ക് മനസ്സിലാകുന്നില്ല എങ്ങനെ നമുക്കിവിടെ പിടിച്ചു നിന്ന് പോകാൻ പറ്റുമെന്നുള്ള കാര്യം. എന്തായാലും ഇവിടെ ഈ ചാനൽ ടെർമിനേഷനുമായിട്ട് ബന്ധപ്പെട്ട് 1-2 കാര്യങ്ങളോട്, അതായത് ഏതൊക്കെ കണ്ടീഷനിൽ നമ്മുടെ ചാനലുകൾ ടെർമിനേറ്റ് ആകും എന്നുള്ളതിനെ കുറിച്ചുകൂടെ യൂട്യൂബ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ കാര്യം, റിപ്പീറ്റഡ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റി ഗൈഡ്ലൈൻ വയലേഷൻ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ ടെർമിനേറ്റ് ആകും. അതിൽ പല കാര്യങ്ങൾ വരുന്നുണ്ട്. അതായത് റിപ്പീറ്റഡ് വയലേഷനിൽ പല കാര്യങ്ങൾ വരുന്നുണ്ട്. അതായത് ഇപ്പം നമുക്കൊരു കമ്മ്യൂണിറ്റി ഗൈഡ്ലൈൻ സ്ട്രൈക്ക് വന്നു, അത് മാറി കഴിയുമ്പോൾ അടുത്ത കമ്മ്യൂണിറ്റി ഗൈഡ്ലൈൻ സ്ട്രൈക്ക് വരുന്നു. അത് ഏത് പോളിസിയുടെ പേരിലാണ്, ഇപ്പം റിപ്പീറ്റഡ് പോസ്റ്റിംഗ് അല്ലെങ്കിൽ അബ്യൂസീവ് കണ്ടന്റ്, ഹേറ്റ്ഫുൾ, ഹറാസിംഗ് വീഡിയോസ്, അങ്ങനെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. അപ്പം ഇങ്ങനെയൊക്കെയുള്ള കണ്ടന്റുകൾ നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് ഇങ്ങനെ വയലേഷൻ ചെയ്യുകയാണെങ്കിലും അങ്ങനെയുള്ള കേസിൽ നമ്മുടെ ചാനലുകൾ കമ്മ്യൂണിറ്റി ഗൈഡ്ലൈൻ പോളിസി വെച്ചുകൊണ്ട് യൂട്യൂബിന് ടെർമിനേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അതേപോലെ തന്നെ നമ്മുടെ ചാനലിൽ ഒരുപാട് വയലേഷൻസ് ഒന്നും വേണ്ട, സിംഗിൾ വയലേഷനിൽ നമ്മുടെ ചാനൽ ടെർമിനേറ്റ് ചെയ്യും. സ്പാം കണ്ടന്റുകൾ, പോണോഗ്രാഫി കണ്ടന്റുകൾ, ചൈൽഡ് അബ്യൂസ്, ഇങ്ങനെയൊക്കെയുള്ള സിവിയർ ആയിട്ടുള്ള നമ്മൾ വയലേഷൻസ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ചാനൽ ടെർമിനേറ്റ് ആവും. അവിടെയും പ്രത്യേകിച്ച് മുന്നറിയിപ്പുകളൊന്നും കാണത്തില്ല, ഡയറക്റ്റ് ടെർമിനേറ്റ് ചെയ്യും. ഏതെങ്കിലും ഒരു പോളിസി നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വയലേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഉദാഹരണത്തിന് ഇപ്പോൾ ഹറാസ്മെന്റ് പോളിസി, നമ്മൾ എല്ലാ വീഡിയോകളിലും ഈ ഒരു കാര്യം നമ്മൾ ഹറാസ്മെന്റ് ചെയ്യുന്നുണ്ട്, അങ്ങനെയുള്ള കണ്ടന്റുകളാണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതും നമ്മുടെ മുന്നറിയിപ്പുകളൊന്നും ഇല്ലാതെ പെട്ടെന്ന് തന്നെ യൂട്യൂബ് ചാനൽ ടെർമിനേറ്റ് ചെയ്യും. അതായത് പല പോളിസി വയലേഷൻ ഒന്നും വേണ്ട, ഒരേ പോളിസി തന്നെ നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് വയലേറ്റ് ചെയ്തെന്ന് പറഞ്ഞാലും കമ്മ്യൂണിറ്റി ഗൈഡ്ലൈൻ തന്ന് പെട്ടെന്ന് തന്നെ ചാനൽ ടെർമിനേറ്റ് ചെയ്യും. അപ്പോൾ ഇങ്ങനെ അതേപോലെ വേറൊരു കാര്യമുണ്ട്, സ്പാമിങ് ഭയങ്കര പ്രശ്നമുള്ളൊരു കാര്യമാണ്. സ്പാമിങ്ങിൻ്റെ അകത്ത് ഒരുപാട് സബ് കാറ്റഗറി വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ സാധാരണ ചെയ്യാൻ സാധ്യതയുള്ള മിസ്റ്റേക്കുകൾ ഈ സ്പാമിങ് എന്ന് പറയുന്ന പോളിസിക്കുള്ളിൽ വരുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് അടുത്ത ദിവസം ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാം. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യം, യൂട്യൂബ് അവരുടെ പോളിസീസ് ഒക്കെ ടൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഒരു 2-3 വർഷം മുമ്പ് എങ്ങനെ കണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്തിരുന്നു, എങ്ങനെ നമ്മൾ ഇതിനെ ഹാൻഡിൽ ചെയ്തിരുന്നു,
ആ രീതിയിൽ നമുക്ക് ഇനിയും മുമ്പോട്ട് യൂട്യൂബിൽ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങളൊരു കണ്ടന്റ് ക്രിയേറ്റർ ആയിട്ട് കുറേ കാലം ഇവിടെ നിൽക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോകൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ യൂട്യൂബിൻ്റെ എല്ലാ പോളിസീസും പ്രോപ്പറായിട്ട് പഠിച്ച് മനസ്സിലാക്കിയതിന് ശേഷം ഇനി മുമ്പോട്ട് കണ്ടന്റുകൾ ചെയ്യുക. അപ്പോൾ ഇതേപോലുള്ള യൂട്യൂബിൻ്റെ പോളിസി അപ്ഡേറ്റുകളെ കുറിച്ചും അതേപോലെ യൂട്യൂബ് കമ്മ്യൂണിറ്റി ഗൈഡ്ലൈൻ പോളിസികളെ കുറിച്ചും ഒക്കെ ഞാൻ മുമ്പും വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. തുടർന്നുള്ള ദിവസങ്ങളിലും തീർച്ചയായിട്ടും കമ്മ്യൂണിറ്റി ഗൈഡ്ലൈൻ പോളിസീസുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോകൾ ഇനിയും അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഈ വീഡിയോ മാക്സിമം നിങ്ങളുടെ യൂട്യൂബ് ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഒപ്പം തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് കൂടെ ചെയ്തേക്കുക. പിന്നെ നിങ്ങളുടെ ഹൈപ്പ് ചെയ്യാൻ പോയിന്റ് വല്ലതും ബാക്കിയുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ഹൈപ്പ് കൂടെ ചെയ്തേക്കുക. ഡൗട്ട്സ് വല്ലതും ഉണ്ടെങ്കിൽ കമന്റ് ചെയ്താൽ മതി. തീർച്ചയായിട്ടും റിപ്ലൈ തരാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ നിർത്തുന്നു. നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.